ഈ ദിവസങ്ങൾ നീണ്ട പ്രചാരണത്തിലൊടുവിൽ പശ്ചിമ ബംഗാളും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജയ്പായ്ഗുരി, ഡാർജിലിംഗ്, മുർഷിദാബാദ്, മാൾഡ അടക്കമുള്ള മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആകെ 1478 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. അതേസമയം രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ കൊഴുപ്പിക്കുകയാണ്. ബിജെപിയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ ഇന്ന് സംസ്ഥാനത്തുണ്ട്. മമതാ ബാനർജിയും വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. നോബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, മറുവശത്ത് ഇതാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇരു മുന്നണികളും. നമുക്കറിയാം, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു 152 മണ്ഡലങ്ങൾ ബിജെപിക്ക് കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ്. കഴിഞ്ഞ തവണ ബിജെപി കൂടുതൽ സീറ്റുകളൊക്കെ പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ? 77 സീറ്റുകളാണ് ബിജെപിക്ക് ഇതുവരെ കയ്യിലുള്ളത്. അത് 150 ആക്കി ഉയർത്തി ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. ഒരു 15 വർഷമായി തുടരുന്ന ആ ഒരു ദീദി ഭരണം വീണ്ടും അങ്ങനെ തന്നെ ഒരു തുടർ ഭരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അവിടെ ഇപ്പോൾ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? പാർട്ടികളുടെ അവസാനവട്ട പ്രതീക്ഷകൾ കൂടി പറയും. റോഷ്നി, വെരി ഗുഡ് മോർണിംഗ്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ ദീദിയോ അതോ മോദിയോ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം. വാശിയേറിയ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ പോളിംഗ് ദിവസമാണ്. 152 മണ്ഡലങ്ങൾ, 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. മൊക്ക് പോളിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ വിവിധ ബൂത്തുകളിൽ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പശ്ചിമ ബംഗാളിൽ വിവരം ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൊത്തം 1478 സ്ഥാനാർത്ഥികളാണ് ഇന്നിപ്പോൾ ജനവിധി തേടുന്നത്. മൊത്തം 44,378 പോളിംഗ് ബൂത്തുകളുണ്ട്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 8 ഘട്ടമായിരുന്നു പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. ഇത്തവണ 2 ഘട്ടം മാത്രമാണ്. അതിനനുസരിച്ച് കേന്ദ്രസേനയുടെ വിന്യാസം അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. മൊത്തം 2 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗസ്ഥരെയാണ് വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. മുർഷിദാബാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട ന്യൂനപക്ഷ കേന്ദ്രങ്ങളൊക്കെ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും നിർണായകമാണ് പശ്ചിമ ബംഗാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണയൊക്കെ അത് തൃണമൂൽ കോൺഗ്രസിന് ഒറ്റക്കെട്ടായി കിട്ടിയെങ്കിൽ ഇത്തവണ അത്തരത്തിൽ സാഹചര്യം വ്യത്യസ്തമാണ്. തൃണമൂൽ കോൺഗ്രസിനൊപ്പം തന്നെ AIMIM, അതോടൊപ്പം തന്നെ കോൺഗ്രസ്, CPM അടക്കമുള്ള പ്രധാന പാർട്ടികളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടിയായ AJUP അടക്കമുള്ള പാർട്ടികളൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി എന്താണെങ്കിലും രംഗത്തേക്കുണ്ട്. ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്ദിഗ്രാം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുവേന്ദു അധികാരി, നിലവിലത്തെ പ്രതിപക്ഷ നേതാവ്, BJPയുടെ മുഖ്യമന്ത്രി മുഖം സുവേന്ദു അധികാരി അടക്കമുള്ള ആളുകൾ ഇന്നിപ്പോൾ ജനവിധി തേടുന്ന കൂട്ടത്തിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞു. മൊത്തം 3,22,00,000 വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളത്. വിവിധ വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ്. ഒരു വശത്ത് സ്ത്രീ സുരക്ഷ, സ്ത്രീ സംവരണം അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ SIR ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം 90 ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് മൊത്തത്തിൽ വെട്ടിപ്പോയിരിക്കുന്നത്. നിസാര വോട്ടുകൾക്ക് ചെറിയ ഭൂരിപക്ഷം ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ അത് വലിയ തരത്തിൽ നിർണായകമാകും. പ്രത്യേകിച്ച് TMC അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് മുർഷിദാബാദ് പോലെയുള്ള ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടുകൾ വെട്ടിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് തിരിച്ചടിയാവുക തൃണമൂൽ കോൺഗ്രസിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ പോരാട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഉള്ളത്. 4ാം വട്ടവും അധികാരം എന്നതിനപ്പുറം ഒന്നും മമത ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട് പോലെ തന്നെ ഒരു പ്രാദേശിക കക്ഷി, പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടിയായ TMCയും ദേശീയ പാർട്ടിയായ BJPയും തമ്മിൽ നടക്കുന്ന കനത്ത പോരാട്ടത്തിൽ ഇന്നിപ്പോൾ 2ാം ഘട്ട പ്രചരണം ശക്തമായി തന്നെ കൊഴുപ്പിച്ചുകൊണ്ട് പാർട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വോട്ടെടുപ്പ് ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പശ്ചിമ ബംഗാളിലുണ്ട്. വലിയ വിമർശനങ്ങൾ എന്താണെങ്കിലും ഈ ദിവസം BJP തൃണമൂൽ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും എതിരെ ഉന്നയിക്കും എന്ന കാര്യത്തിൽ, പ്രധാനമന്ത്രി ഉന്നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്താണെങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം വലിയ തെരഞ്ഞെടുപ്പ് ആയി നടക്കുന്നു. അതോടൊപ്പം വലിയ തരത്തിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങൾ ചെറുക്കേണ്ടതുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 2 ലക്ഷത്തോളം വരുന്നത്. ഒരുപക്ഷെ റെക്കോർഡ് തരത്തിലാണ് ഇത്തവണ ഈ സെൻട്രൽ ഏജൻസികളുടെ ഒരു വിന്യാസം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇപ്പറഞ്ഞ ക്രമസമാധാന പ്രശ്നങ്ങളുള്ള ഇടങ്ങളിലൊക്കെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പലയിടത്തും 270ഉം 230ഉം കമ്പനി സേനയെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. എത്രത്തോളം സുരക്ഷയുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിർത്തികൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെയൊക്കെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്.
വിചിത്രമായ പല ഉത്തരവുകളും നിലനിൽക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് ബൈക്കിൽ 2 പേർക്ക്, അതായത് ഒരു കുടുംബത്തിലെ 2 പേർക്ക് വേറെ ആർക്കും ബൈക്കിൽ 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ഉത്തരവടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നു. അതായത് അക്രമ സംഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നാണ് ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തരത്തിൽ ആത്മവിശ്വാസം BJPക്കും ഒപ്പം തൃണമൂൽ കോൺഗ്രസിനും ഒരുപോലെയുണ്ട്. എന്താണെങ്കിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കും. ഇതിനോടൊപ്പം തന്നെ മൊക്കോളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4ാം വട്ടവും അധികാരത്തിലേക്ക് എത്താൻ മമതാ ബാനർജി ശ്രമം നടത്തുന്നു. BJP ആകട്ടെ 150ലേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ കൊണ്ടുവന്നുകൊണ്ട് അധികാരം പിടിക്കാനുള്ള ശ്രമം. പ്രധാനമന്ത്രിയുടെയൊക്കെ ഒരു വലിയ വിഷനും വലിയ ഒരു ലക്ഷ്യവുമാണ് ബംഗാൾ എന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് 2021 നമ്മളത് കണ്ടതാണ്. എന്താണെങ്കിലും 2021 നമ്മൾ കണ്ടപ്പോൾ അത്തരത്തിൽ വലിയ പോരാട്ടത്തിലേക്കാണ് BJP എന്താണെങ്കിലും കളത്തിൽ ഉള്ളത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ സംസ്ഥാനത്തുണ്ട്. അല്പസമയത്തിനകം 7 മണിയോടെ പോളിംഗ് ആരംഭിക്കും. പലയിടത്തും വലിയ സംഘർഷ സാധ്യത അടക്കം ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അടക്കം ഉള്ളത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.